പൂന്തോട്ടം ഒരുക്കുന്നതിന്റെ സെക്കൻഡ് പാർട്ട് കണ്ടാലോ? ഞങ്ങൾ ഈ പെറുക്കി വെക്കുന്നത് മുറ്റത്ത് വിരിക്കുന്ന കല്ലുകളാട്ടോ. പണ്ട് അടുത്തൊരു വീട് പൊളിച്ചപ്പോ അവിടുന്ന് പെറുക്കിക്കൊണ്ട് വെച്ചതാ. ഇപ്പോഴാ ശരിക്കും അത് യൂസ്ഫുൾ ആയത്. അടുത്തത് നിന്ന് ആലോചിച്ചപ്പോഴാണ് എബൂട്ടൻ ഒരു ടയറുമായിട്ട് വന്നത്. മേമി നമുക്ക് ഇതില് ചെടി നട്ടാലോ? ചെക്കനൊരു ഐഡിയ ആയിട്ട് വന്നതല്ലേന്ന് എത്തി കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ അതിന് മണ്ണ് പണ്ട് നട്ട ഏതോ ചെടിയുടെ അസ്ഥി കൂടെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെറുക്കി കളഞ്ഞു. ഞാനതൊക്കെ സെറ്റാക്കി എടുത്തപ്പോ ചെക്കൻ പോയി ചെടി എടുത്തോണ്ട് വന്നു. ചീരയുടെ ഇലയൊക്കെ പോലെ നിൽക്കുന്ന ഏതോ ഒരു ഇലച്ചെടി. എന്താന്ന് ഞങ്ങൾക്കും അറിയില്ല. പള്ളിയിൽ പോയിട്ട് വന്നപ്പോ പറിച്ചോണ്ട് വന്നത്. കൂടെ തന്നെ വീടിന്റെ മുറ്റത്ത് നിന്ന് മുള്ളുള്ളൊരു ചെടി ഉണ്ടായിരുന്നു. ഇതിന്റെയും പേര് എനിക്കറിയില്ല. ഞാൻ അവനോട് ചോദിച്ചപ്പം അവനും അറിയില്ല. കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടീനെ പറ്റി വല്ല വിവരം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ മോഹം തോന്നിയിട്ട് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു. അതിൽ രണ്ടെണ്ണത്തിൽ അമ്മ ചെടി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടിയെ പിടിച്ചായിരുന്നു ഞങ്ങളുടെ പൂന്തോട്ട നിർമ്മാണത്തിന്റെ തുടക്കം. കുഞ്ഞുമാവിനെ കളിപ്പിക്കുന്ന പോലെ ഞാൻ ചെടിയോട് വർത്താനം പറഞ്ഞപ്പോ എബൂട്ടൻ മാറി നോക്കുക. ഈ മേമയ്ക്ക് എന്താ വട്ടായോ? ചെടികൾക്കും ജീവനുണ്ട്, അതിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അവനത് പുതിയൊരു അറിവായിരുന്നു. ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താന്ന്? വേറൊന്നുമല്ല, വെള്ളം കൊണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. മഴ പെയ്യുമ്പോൾ മണ്ണ് തെറിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ ഈ ചെടിച്ചട്ടിയുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. കാണുന്നവർ ഇതിനെ ആരംഭശൂരത്തൊന്നും പറയും. തളർന്നു കിടന്ന ചെടിക്ക് താങ്ങായിട്ടൊരു കമ്പും കൂടി വെച്ചു കൊടുത്തു. ചെടിയാണെങ്കിലും അതും ആഗ്രഹിക്കുന്നില്ലേ താങ്ങുന്നതാണല്ലോ. ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പൂന്തോട്ടത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഭയങ്കര വിശപ്പ്. അടുക്കള ചെന്നപ്പോ നല്ല പഴങ്കഞ്ഞി ഇരിക്കണം. പഴങ്കഞ്ഞിലേക്ക് അച്ചാറും കോവയ്ക്കയും കൂടിയൊക്കെ ഇട്ട് ഒരു പിടി. ഒറ്റയ്ക്ക് കഴിക്കണ ശരിയല്ലല്ലോ. ഇത്രയും പണിയിൽ എന്റെ കൂടെ നിന്ന് എന്റെ പിള്ളേർ കൂടി കൊടുക്കണ്ടേ? മേമ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ നിന്ന് കഴിക്കുക അല്ലേ? എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് പിണങ്ങിപ്പോയ കൊച്ചിനെ ഞാൻ വേഗം വിളിച്ചു. ചെക്കന്മാരെ പിണങ്ങിയാ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ പൂന്തോട്ടം ആരും നോക്കാനാ? അതുകൊണ്ട് സോപ്പിട്ട് അവനും കൊടുത്ത് കുറച്ച് കഞ്ഞി കുടിച്ച സന്തോഷത്തിൽ എവാൻ ആനന്ദ പുളകിതൻ. ഇനി ചെസ് നമ്പർ 2 എബൂട്ടൻ. രാവിലെ മുതൽ ഉച്ചവരെയും പണിയും ഉച്ചയ്ക്ക് നല്ല രുചികരമായ പഴങ്കഞ്ഞിയും കൂടി ആയപ്പോ ഇന്നത്തെ ദിവസം കുശാലായി.